ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാവർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ട, പ്രത്യേകിച്ച് ഈ 15 വയസ്സ് 20 വയസ്സായിട്ടുള്ള പിള്ളേർക്ക്. രാജസ്ഥാൻ റോയൽസിന്റെ ഒപ്പമുള്ള കളിയില് വൈഭവ് സൂര്യവംശി ആയിരുന്നു, ഇതില് പ്രിയാൻഷ് ആര്യ. ഇവന്മാര് വീഡിയോ ഗെയിം ഒന്നല്ല, ഞങ്ങൾ 5 വട്ടം ചാമ്പ്യൻസ് ആണ്, കുറച്ച് റെസ്പെക്ട് ഒക്കെ താട്. ചെണ്ടയെ കൊട്ടിനെ പോലെയാണ് എല്ലാം കൂടി വന്ന് കൊട്ടിയിട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ ജയറാമേട്ടന്റെ വക ഉണ്ടായിരുന്നു, ചെണ്ട ആയോണ്ടാണോ എന്ന് അറിയില്ല. തോറ്റു, വീണ്ടും തോറ്റു. മറ്റേ പോലെ നക്കിയ തോൽവി ആയിരുന്നില്ല, എന്നാലും തോറ്റു. ഒരു ഹൈവേ പോലത്തെ ഒരു പിച്ച് കിട്ടിയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണം. എസ്പെഷ്യലി ഓപ്പണേഴ്സ് രണ്ടുപേരും എടുത്ത് പറയണം. എസ്പെഷ്യലി സഞ്ജു സാംസൺ സേട്ടൻ മറ്റേ കോടീശ്വരനെ പോലെയാണ്. ദേ പോയി ദാ വന്നു. ആ ഒരു 7 ബോൾ ഫേസിങ് അണ്ണൻ ഏറ്റവും വലിയ തല ഫാനാണ്. ഇതിലും വലിയ എക്സാമ്പിൾ വേണം. ആദ്യത്തെ കളി 7 ബോളിൽ ഫേസ് ചെയ്തിട്ട് 6 റണ്ണോ. രണ്ടാമത്തെ കളി 7 ബോളിൽ 7 റൺ. തല ഫോർ എ റീസൺ. അയ്യോ, എനിക്കിവിടെ 7 ബോൾ ഫേസ് ചെയ്യുമ്പോഴേക്കും സഞ്ജു സാംസനെ ചായ കുടിക്കാൻ മുട്ടും തോന്നുന്നു. വേഗം ഔട്ടായി പോയി ചായ കുടിക്കും. എന്നാ ഒരു ടീ സ്റ്റാൾ ഗ്രൗണ്ടിൽ തുടങ്ങിയാലോ. ഇതിപ്പോ ആര് വന്നിട്ട് പവർ പ്ലേയിൽ അടിക്കാനാണ്? 2 ഓപ്പണേഴ്സിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. വേറൊരു അണ്ണൻ ഉണ്ട്, ഋതുരാജ്. അണ്ണൻ ടെസ്റ്റ് ആണ് കളിക്കുക. 25 ബോളിൽ 20 റൺ, 25 ബോളിൽ 28 റൺ. പിന്നെ ആരടിക്കും പറഞ്ഞിട്ടാണ്? ആ പാവൻ ചെറുക്കൻ ആയുഷ് മാത്രേ, ആ പയ്യൻ മാത്രം നിന്ന് അടിച്ചു. എന്നാ അപ്പുറത്തവൻ ഒന്ന് സഹായിക്കുക. ഈ മറ്റേ സഹായിക്കാനുള്ള നോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടി മറ്റവനെ പ്രഷർ കയറ്റി കൊടുക്കുക. അതല്ല, ഇങ്ങനത്തെ ഒരു വിക്കറ്റില് പഞ്ചാബിന്റെ ഓപ്പണേഴ്സ് കാണിക്കുന്ന കാണാം. ആ പ്രിയാൻഷ് ആര്യക്ക് 9 ബോളിൽ 33 പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി തോക്കുന്നു. പിന്നെയും പ്രഭ്സിമ്രൻ ഉള്ളതുകൊണ്ടാണ് ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരാള് നന്നായി കളിക്കുന്ന സമയത്ത് മറ്റേ ആള് ടീമിനെ ഡൗൺ ആക്കും. മിഡിൽ ഓവേഴ്സിൽ സർഫറാസ് ഖാൻ വന്ന് അടിക്കുന്ന സമയത്ത് മറ്റേ ആൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡൂബെ അടിക്കുന്ന സമയത്ത് മറ്റവൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്തായാലും 225 230 ഒക്കെ എത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ജയിക്കാവുന്ന അത്രയും ഒരു ഫ്ലാറ്റ് വിക്കറ്റിൽ പോയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. CSKക്ക് എപ്പോഴും ഉള്ള പ്രശ്നമാണ് ഓപ്പണേഴ്സ്. CSKയുടെ ഡൈ ഹാർഡ് ഫാൻസ്, ഈ കഷ്ടപ്പെട്ട് ചാവുന്ന ഫാൻസിന് അറിയാം, എപ്പോഴും CSKക്ക് ഒരു ഡേഞ്ചറസ് ഓപ്പണർ ഉണ്ടാവും. ഒരുവിധം എല്ലാ സീസണിലും ഹൈഡൻ തൊട്ട് ഡ്യൂപ്ലസിസ് തൊട്ട് വാട്സൺ തൊട്ട് മെക്കല്ലം, ഡെയിൻ സ്മിത്ത് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ കോൺവേ, റച്ചിൻ രവീന്ദ്ര അവിടെയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം വരാൻ തുടങ്ങി. ആൻഡ് ഇത്തവണ 2 ഡേഞ്ചറസ് ഓപ്പണേഴ്സ്. ഒന്ന് സഞ്ജു സാംസൺ, ഋതുരാജ്. സഞ്ജു ഒക്കെ കളിക്കുന്നത് ഈ 10ാം നമ്പറുകാർ ഇറങ്ങില്ലേ, ആ ഒരു കോൺഫിഡൻസിലാണ് സഞ്ജു കളിക്കുന്നത്. 10ാം നമ്പർ പറഞ്ഞാൽ 10ാമത്തെ പൊസിഷനിൽ ഇറങ്ങുന്ന ആള്. ഈ നൂർ അഹമ്മദ് ഒക്കെ ഇറങ്ങില്ലേ, ആ പൊസിഷനിൽ ഇറങ്ങുന്ന ആ കളിക്കാരൻ കളിക്കുന്ന പോലെയാണ് സഞ്ജുവിന്റെ കോൺഫിഡൻസ്. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസ് നോക്ക്, ഇൻക്രെഡിബിൾ ക്യാപ്റ്റൻസ് നോക്ക്. ഋതുരാജ് എന്തൊക്കെ വൺ ഡേ പ്ലെയർ ആണ് പറഞ്ഞത്. ഋതുരാജ് വന്ന സീസൺ തൊട്ട് കളി കാണുന്നവർക്ക് അറിയാം, ഋതുരാജിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെ ആയിരുന്നു. എന്നീ ക്യാപ്റ്റൻസി പറഞ്ഞ ബേർഡൻ അണ്ണന്റെ മണ്ടയിൽ ഇട്ടു കൊടുത്തോ, അന്ന് തൊട്ടിട്ട് അണ്ണൻ ഇതന്നെ നൊട്ടല് ഫ്ലാറ്റ് വിക്കറ്റിൽ നൊട്ടല്. പറ്റില്ലെങ്കിൽ ഋതുരാജിനെ പിടിച്ച് മാറ്റുക, അവിടെ ഊർവിൽ പട്ടേൽ വന്ന് കളിക്കട്ടെ. സഞ്ജു സാംസനെ പിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ഊർവിൽ പട്ടേൽ വന്ന് കളിക്കട്ടെ. ഇത് ഈ പവർ പ്ലേയിൽ ഒരുത്തനും മര്യാദ കളിക്കില്ല. ആ ആയുഷ് മാത്രമേ ഉള്ളതുകൊണ്ട് അത്യാവശ്യം റണ്ണ് കയറി. മറ്റേ പഞ്ചാബിന്റെ നോക്കുമ്പോൾ 3 ഓവറിൽ എന്താ ഒരു 50 എന്തോ എത്തി. അജാതി അടിയാണ് മറ്റേ പ്രിയാൻഷ് ആര്യ അടിച്ചിട്ടുണ്ടായിരുന്നു. ഹെൻറിന്ന് നോക്കിയില്ല, കാംബോജ് നോക്കിയില്ല, എല്ലാത്തിനും പിടിച്ച് അടിച്ചു വിട്ടു. ആ ശ്രേയസ് അയ്യരൊക്കെ അടിക്കുന്ന കാണണം. സ്ട്രൈക്ക് റേറ്റ് ഈസ് ഓൾമോസ്റ്റ് 200 ആണ്. ഇവിടെ സ്ട്രൈക്ക് റേറ്റ് 200 അടിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. ദിസ് ഇസ് വെരി സാഡ് ആക്ച്വലി. ഇതെന്തോന്നത്, മറ്റേ 2 പോയിന്റ് വെച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ടീമോ? പഞ്ചാബിന്റെ ഒപ്പം എങ്ങനെ ഞായറാഴ്ച RCBയുടെ ഒപ്പം കളി അടി കീറി വിടും അവര്. ഈ 2026 IPL അല്ലെങ്കിൽ 2025 to 2026 ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡുള്ള ടീമാണ് RCB. അവരുടെ അവിടെ ഈ നൊട്ടലും വെച്ച് പോയാൽ അടിച്ചാണ്ണാക്കി തരും. ഇറ്റ്സ് ആക്ച്വലി വെരി സാഡ്. അവരാതെ കളിയായിരുന്നു ഞാൻ പറയുന്നില്ല, അന്നത്തെ പോലെ നക്കിയ കളിയായിരുന്നില്ല. സ്റ്റിൽ എവിടെ എല്ലാത്തിനും വലിച്ചടിച്ചിട്ടുണ്ട്. കാംബോജിന് കിട്ടിയിട്ടുണ്ട്, ഹെൻറിക്ക് കിട്ടിയിട്ടുണ്ട്, ചഹറിന് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പവർ പ്ലേയിൽ മാക്സിമം റൺസ് അടിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ കൊണ്ട് പറ്റുന്നില്ല. അത് എന്ന് പറ്റണം എന്നേ കാര്യം നടക്കുള്ളൂ. ഇനിയിപ്പോ അടുത്ത ഡെവാൽ ബ്രേവിസ് വരും തോന്നുന്നു, നെക്സ്റ്റ് കളിയിൽ ധോണി വരും തോന്നുന്നു, മാറും തോന്നുന്നു കാര്യങ്ങളൊക്കെ. ഇവര് ഈ മറ്റേ കാർത്തിക് ശർമ്മയ്ക്കും അതേപോലെ തന്നെ മറ്റേ
പ്രശാന്ത് വീറിനും കൂടി 28 കോടി കൊടുത്ത സമയത്ത് ഒരു ഫോറിൻ ഓപ്പണറിനെ എടുത്തിട്ട് വെച്ചാൽ ഈ ഒരു പ്രശ്നം വരില്ല. ആ ഫിന്ന അലനെയൊക്കെ എടുത്തിട്ട് വെച്ചാൽ ഇവിടെ സുഖമായിട്ട് 7 ബോൾ 28ഒക്കെയാണ് 400 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു വിടുന്നത്. ഇവിടെ അപ്പൊ സഞ്ജു സാംസനെ ബ്ലൈൻഡ് ആയി ട്രസ്റ്റ് ചെയ്തു. സാംസൺ എങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ കളി സെമിയിലോ അല്ലെങ്കിൽ മറ്റേ ക്വാളിഫയറിലൊക്കെ എത്തിച്ചാൽ ഞാൻ അന്ന് ഫോം ആവാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഹി ഡസന്റ് ഈവൻ ഹാവ് എ കോൺഫിഡൻസ് ടു പ്ലേ ഷോട്ട്. ഫുട് വർക്ക് ഇല്ല, ഒരു ഉണ്ടയില്ല ഇങ്ങനത്തെ വിക്കറ്റില്. അപ്പൊ മറ്റേ അന്ന് രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉള്ള വിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലോ കുറ്റി നിർപ്പിച്ച് പോയിണ്ടാവും. സർഫറാസ് ഖാൻ വാസ് നൈസ് ആക്ച്വലി. ആ ഒരു സർഫറാസ് ഖാനും ആയുഷ് മാത്രയാണ് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയി തോന്നിയത്. ഡൂബെ നന്നായി കളിച്ചിട്ടുണ്ട്, പക്ഷെ ഡ്യൂബയ്ക്ക് പോലും 200 സ്ട്രൈക്ക് റേറ്റ് എത്തിക്കാൻ പറ്റില്ല. ഒരു 6 അടിക്കും, നെക്സ്റ്റ് 4 ബോളിൽ 4 റൺ എടുക്കും. പിന്നെ എങ്ങനെയാണ്? എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. സോ ഭയങ്കര ഹോപ്പും ഹൈ എക്സ്പെക്ടേഷനും ഒന്നും ചെന്നൈ സൂപ്പർ കിങ്സിൽ വെക്കാതിരിക്കുക. കാരണം അവര് പറയുന്നത് ഞങ്ങളുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് എന്നാണ്. അപ്പൊ എന്തായാലും ഇനി വരും സീസണിലായിരിക്കും ചിലപ്പോൾ നല്ലൊരു സ്ക്വാഡും നല്ലൊരു പ്ലേയിങ് 11ഉം നല്ലൊരു കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ടിൽ ദെൻ കീപ് യുവർ എക്സ്പെക്ടേഷൻസ് ലോ.